നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒത്തിരി പേര് ആവശ്യപ്പെട്ടത്, അതായത് നിറയെ പേർക്ക് ഇതറിയില്ല, അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോയാണ്. നിറയെ പേർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവും. എന്നാൽ രാവിലെ എണീക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുന്നതാണല്ലോ നമുക്ക് കഷ്ടം. അയ്യോ ടയേർഡായിരിക്കുന്നു, അതിൻ്റെ കൂടെ തണുപ്പ് വേറെ, പറ്റില്ല എന്ന് വെച്ചിട്ട് ഈ സമയത്ത് എണീക്കാറില്ല. എന്നാൽ ഒത്തിരി വിഷയങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്തത്തിന് ഈക്വലായ ടൈം ഉണ്ടോ എന്ന് ഒരു ചില പേർക്ക് ഡൗട്ടുണ്ട്. എന്നാൽ ഡൗട്ട് വേണ്ട, തീർച്ചയായിട്ടും ഉണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിന് ഈക്വലായ ഒരു ടൈം ഉണ്ട്, അതും പകൽ സമയത്ത് തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു ചില വിഷയങ്ങൾ ചെയ്യണം. യൂഷ്വലി നിങ്ങൾ സ്വിച്ച് വേർഡ്സ് വന്ന് നിറയെ എഴുതാറുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാമല്ലോ. സ്വിച്ച് വേർഡ് വന്നിട്ട് നോർമലായിട്ട് എഴുതിയാലും മതി, അത് നമുക്ക് പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ അതേ സ്വിച്ച് വേർഡ്സ് തന്നെ ഒരു പെർട്ടിക്കുലർ നേരത്തിൽ വന്ന് നമ്മൾ എഴുതുമ്പോൾ ഇന്നും പല മടങ്ങ് വേഗത്തിൽ അത് നമുക്ക് വർക്കൗട്ടാവും. അങ്ങനെ ഏതാണ് ആ ടൈമിങ്സ്, ആ സ്വിച്ച് വേർഡ് എന്താണ് എന്നതെല്ലാം പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ. വരൂ നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുക. നമ്മുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അമ്മയോട് സത്യസന്ധമായി തുറന്നു പറഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കുക. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേയും അമ്മയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. ഏതാണ് ആ ടൈമിംഗ് എന്ന് നോക്കാം. രാവിലെ ബ്രഹ്മമുഹൂർത്തം എന്നത് ഏത് സമയമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഉറക്കമെണീറ്റ് ഫേസ് വാഷ് മാത്രം ചെയ്തിട്ട് ഇരിക്കുന്ന ഇടത്തിലിരുന്ന് തന്നെ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, അത് നിറവേറണം, നടക്കണം എന്ന് ആഗ്രഹിച്ച ആ സമയത്ത് ജസ്റ്റ് നിങ്ങൾ നോർമലി ഒരു ബുക്കോ നോട്ടോ എടുത്ത് ഇരിക്കുന്ന ഇടത്തിലിരുന്ന് തന്നെ എഴുതി വച്ചാൽ മതി. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം ചെയ്ത് കിട്ടും, അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ എഴുതി വയ്ക്കുന്നതല്ലാതെ അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രത്തെ ചേർത്ത് ചൊല്ലുമ്പോൾ ഏത് അളവിനൊരു പവർ സ്പീഡായിട്ട് വർക്കാകുമെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സാധാരണമായിട്ട് ഇത് എഴുതി വയ്ക്കാതെ അതോട് ചേർത്ത് അമ്മയുടെ ഒരു മന്ത്രം കൂടെ ചൊല്ലുന്നത് അമ്മയുടെ തുണ, ആശീർവാദം എപ്പോഴും നമ്മളുടെ കൂടെ ഇരിക്കുന്നത്, അത് പവർഫുള്ളായിട്ട് അമ്മ നമ്മളുടെ കൂടെ ഇരിക്കുന്നതിനും നമ്മൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നടന്നു കിട്ടുന്നതിനും ചെയ്യുന്ന കാര്യങ്ങൾ അത്ര രീതിക്ക് വർക്കൗട്ട് ആവുകയും ചെയ്യും. പിന്നെ ഏർലി മോർണിംഗിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായിരുന്നാലും തീർച്ചയായിട്ടും അത് ഫുൾഫില്ലാകും, അതിന് ഒരു സംശയവും വേണ്ട. നിറയെ പേർക്ക് വന്നിട്ട് ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നതാണ് പ്രശ്നം. രാവിലെ ടയേർഡായിരിക്കും, എണീക്കാൻ പറ്റില്ല. ആ ടൈമിൽ എണീറ്റാൽ ഡേ ഫുള്ളായിട്ട് ജോലി സ്ഥലത്ത് പോകുന്നവർക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യും. ഇതെല്ലാം ആലോചിച്ചിട്ടാണ് നിറയെ പേർക്ക്, അതെന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതിനാൽ ഏർലി മോർണിംഗ് എണീറ്റ് നിറയെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്യണമെന്ന ആഗ്രഹം അവരിൽ ഭയങ്കരമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിന് ഈക്വലായ ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിന് ഈക്വലായ ആ സമയത്തെ എന്ത് പറയുമെന്നാൽ സന്ധ്യാകാലം എന്നാണ് പറയുന്നത്. ഇത് എന്താണ് സന്ധ്യാകാലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റായിട്ട് വന്ന് പറഞ്ഞോളുക. അറിയില്ല എന്നുള്ളവർ ഇതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളുക.
ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഈ സന്ധ്യാകാലം എന്നാൽ എന്തെന്നാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്ന ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന, അതായത് മറയുന്ന നേരവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈവനിങ് 6 PM മേലെ നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് വഴിപാട് ചെയ്യാറുണ്ട്. ഈ സമയത്തിനെ വിട ഈ സന്ധ്യാകാലത്തിൽ നമ്മൾ വിളക്ക് വെച്ച് വഴിപാട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് ഈക്വലായ പവർ തരും. സന്ധ്യാകാലത്തിൽ വിളക്ക് വയ്ക്കുന്നത് മീൻസ് നമ്മൾ എന്താഗ്രഹിച്ച് നേർച്ച വച്ചാലും ആ സമയത്ത് ചെയ്ത് കിട്ടും എന്ന ഒരു ഐതിഹ്യം ഇരിക്കുന്നുണ്ട്. ഈ സന്ധ്യാകാലം വന്നിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. സന്ധ്യാകാലത്തിൽ എത്ര വിളക്ക് വയ്ക്കാം എന്നുള്ളത്. സന്ധ്യാകാലത്തിൽ നിങ്ങൾ വിളക്ക് വയ്ക്കണ മാതിരി ഇരുന്നാൽ 3 വിളക്ക് വയ്ക്കണം. 3 വിളക്ക് എന്നത് നിങ്ങളുടെ പൂജ അറയിലാണെങ്കിൽ അവിടെ വെച്ചോളുക. അതല്ല പൂജ അറയിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരുന്നാൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ, ഹാളിൽ വയ്ക്കാം, ബെഡ്റൂമിൽ വയ്ക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ധാരാളമായി ഒരു 3 വിളക്ക് വെച്ച് കാര്യം എന്താണെന്ന് അത് നിങ്ങൾ എഴുതി വയ്ക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് നടന്നിരിക്കും. ഇനി സന്ധ്യാകാല സമയം എന്താണെന്ന് പറഞ്ഞു തരാം. ആഫ്റ്റർനൂൺ, അതായത് ഉച്ച കഴിഞ്ഞ് 3 PM to 6 PM, 3 മണി മുതൽ 6 മണി വരെ. അതായത് ഈ 3 മണി നേരം, ഈ 3 hours നേരത്തെയാണ് സന്ധ്യാകാലമെന്ന് പറയുന്നത്. ഈ സന്ധ്യാകാലത്തിൽ ലാസ്റ്റ് വരുന്ന 1 hour നേരം, 1 മണിക്കൂർ നേരം, അതായത് 5 PM to 6 PM, 5 മണിയിലിരുന്ന് 6 മണി വരെ, ഈ 1 hour നേരം വന്നിട്ട് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ടൈമാണ്. ഇതാണ് സന്ധ്യാകാലമായിട്ട് പറയപ്പെടുന്നത്. ഈ 1 hour നേരത്തിൽ നിങ്ങൾ മീൻസ് തീർച്ചയായും നിങ്ങൾ ഏത് വിഷയം വിചാരിച്ച് ചോദിക്കുന്നുവോ അത് അങ്ങനെയേ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് ഞാൻ എഗെയിൻ പറയുകയാണ്, ബ്രഹ്മമുഹൂർത്തത്തിന് ഈക്വലായ ടൈമിംഗ് ആണ്. അതേപോലെ തന്നെ സന്ധ്യാകാലം ഈ 1 hour നേരം എന്ത് ചോദിച്ചാലും നടക്കും. സോ സാധാരണമായി നിങ്ങൾ ഈവനിങ് ടൈമിൽ വിളക്ക് വെച്ച് വഴിപാട് ചെയ്യുന്നത് പോലെ തന്നെ ഈ നേരത്തും നിങ്ങൾക്ക് വിളക്ക് വെച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയൊരു മുഖ്യമായത് എന്താച്ചാൽ സ്വിച്ച് വേഡ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണമായി എഴുതിയാലേ മതി. നിങ്ങൾ എന്താഗ്രഹിച്ച് ചോദിച്ചാലും അത് നടക്കും. ഈ സ്വിച്ച് വേഡ്സ് എല്ലാം എഴുതാനായിട്ട് നമുക്ക് യാതൊരു റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഇല്ല, ശരിയാ? നമ്മൾ കുളിക്കണം, നമ്മൾ ഇത് കഴിക്കരുത് അത് കഴിക്കരുത്, മീൻസ് നോൺ വെജ് കഴിച്ചോ കഴിച്ചില്ലയോ അതൊന്നും ഒരു വിഷയമേ അല്ല. ശുദ്ധമായിരിക്കണം, പീരീഡ്സ് ടൈമിൽ പാടില്ല, അങ്ങനെ ഒരു കണക്കുമില്ല. ആർക്കും ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഞാനൊരു സ്വിച്ച് വേർഡാണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് അതെന്താണെന്ന് നോക്കാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വച്ചിട്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഈ സന്ധ്യാകാലം ആ 1 hour ടൈമില്ലേ, 5 to 6 PM ഈവനിങ്, ഈ ടൈമിൽ ഞാൻ പറയുന്ന ഈ സ്വിച്ച് വേർഡ് എഴുതി വയ്ക്കുക. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ 5 hours നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതായത് 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വന്ന് കിട്ടും. കാരണം സന്ധ്യാകാലത്തിന് എന്നൊരു പവർ ഇരിക്കുന്നുണ്ടല്ലോ, പവർഫുള്ളായിട്ടുള്ള ടൈം. ഈ സ്വിച്ച് വേർഡിന് വന്നിട്ട് അതിവിടെ ഒരു പവർ ഇരിക്കുന്നുണ്ട്. സോ രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ എന്ത് കരുതുന്നു, നമ്മൾ എന്ത് ആഗ്രഹിച്ച് കേൾക്കുന്നുവോ അത് അങ്ങനെയേ തീർച്ചയായിട്ടും നടക്കും. എന്താണെന്ന് പറഞ്ഞു തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഫസ്റ്റ് എന്താ ചെയ്യണമെന്നാൽ ഒരു വരയിടാത്ത നോട്ട് ബുക്ക് എടുത്തോളുക, ലൈൻ ഇല്ലാത്ത നോട്ട് ബുക്ക്. 200 പേജ് ബുക്കൊന്നും വേണ്ട, ഒരു 40 പേജ് ആയാലും ഇനഫ്. ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു ഗ്രീൻ കളർ പെന്നാണ്. അത് മാർക്കർ പെന്നോ എന്തായാലും അത് ഒരു ഗ്രീൻ കളർ പെന്നും കൂടെ എടുത്ത് വെച്ചോളുക. ഇത് രണ്ടുമാണ് നമുക്ക് തേവപ്പെട്ട പൊരുൾ. ഇനി ഈ നോട്ട് ബുക്കിൽ ഈ ഗ്രീൻ കളർ പെൻ കൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്യം എഴുതുക, സ്വിച്ച് വേർഡ് എഴുതുക. ഇതാണത്, നോക്കിക്കൊള്ളുക.
ഡിക്ലെയർ അമേസിങ് വിക്ടറി. ഡിക്ലെയർ അമേസിങ് വിക്ടറി. ഈ വാക്കിന് വന്നിട്ട് ഒരു പവർ ഇരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് സക്സസ് വേണമെന്നാൽ, അതായത് ഒത്തിരി നാളായിട്ട് നടക്കാതെ ഇരിക്കുന്നു, എനിക്കൊരു കാര്യം നടന്നാൽ മതി, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതിയിരിക്കുന്നതിൽ ആ കാര്യത്തെ മനസ്സിൽ വെച്ച് ഇത് നിങ്ങൾക്ക് എഴുതാം. ഡിക്ലെയർ അമേസിങ് വിക്ടറി. ഈ വേർഡ്സ് ക്യാപ്സിൽ മാത്രമേ എഴുതാവൂ, സ്മോൾ ലെറ്ററിൽ എഴുതരുത്. കാണുന്നുണ്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് ഇത് നോക്കൂ. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണ് നടക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് ഒരു കാര്യം മാത്രം മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു കാര്യം താഴെയായിട്ട് എഴുതുക. ഇപ്പോൾ നോക്കൂ, ഞാൻ വന്നിട്ട് എഴുതിയിരിക്കുന്നത് ഫോർ എക്സാമ്പിളായിട്ട് പണത്തിനെ പറ്റിയാണ്. പണം 1 ലക്ഷം വേണം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ, ഫസ്റ്റ് ഇത് ഡിക്ലെയർ അമേസിങ് വിക്ടറി എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നീഡ് എന്താണെന്ന് എഴുതുക. ഇത് 5 hours നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു ചേരാനുള്ള പവർ ഇതിനിരിപ്പുണ്ട്. എന്ന് വെച്ചിട്ട് വേറൊരു കാര്യം, ഇപ്പോൾ മണി ബ്ലോക്കേജ് ഉള്ളത് കൊണ്ടാണ്, എനിക്കൊരു 1 ലക്ഷം വരാനിരുന്നത് കൊണ്ടാണ് ഞാൻ ആ 1 ലക്ഷം പെട്ടെന്ന് വരണമെന്നായത് കൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. ഒരു പൈസയും വരാനില്ല, എനിക്കൊരു 5 lakhs വരണമെന്ന് എഴുതിയാലൊന്നും അത് നടക്കില്ല. എന്താണോ നമ്മളുടെ ജെന്യൂനിറ്റി അത് മാത്രം ചെയ്യുക, ഇത് എഴുതുക. എന്നിട്ട് 5 hours ഇത് റിസൾട്ട് കിട്ടും എന്നതിനാലേ ഇതേ വേർഡ്സ് റിപ്പീറ്റഡ്ലി 5 times എഴുതുക. നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാനിങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് ഡിക്ലെയർ അമേസിങ് വിക്ടറി, ദെൻ 1 lakh പണം എനിക്ക് വേണം, കണ്ടല്ലോ, അതെഴുതി. ദെൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഡിക്ലെയർ അമേസിങ് വിക്ടറി 1 lakh പണം വേണം. അങ്ങനെ 5 times താഴെ എഴുതിയത് കണ്ടല്ലോ, റിപ്പീറ്റഡ്ലി എഴുതിയല്ലോ. ആവശ്യം, ആ ഒരു കാര്യം മാത്രമേ എഴുതാവൂ, ഒരേ ഒരു ആവശ്യം. മനസ്സിലായല്ലോ? ഇങ്ങനെ മാത്രം നിങ്ങൾ എഴുതി വെച്ചോളുക. ഇത് നിങ്ങൾക്ക് 5 hours ഓട്ടോമാറ്റിക്കലി വർക്കൗട്ടാകും. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അത് നിങ്ങൾ മറക്കരുത്. അത് സന്ധ്യാകാലമാണ്. ആ ടൈമിൽ, ആ 3 hours ടൈമിൽ ലാസ്റ്റ് 1 hour ടൈം 5 to 6 PM ഇടയ്ക്കുള്ള ടൈമിൽ 5 to 6 PM ഈ ടൈമിലാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഡെയിലിയും നമ്മൾക്ക് ബ്രഹ്മമുഹൂർത്തം ഇരിക്കുന്നത് പോലെ സന്ധ്യാകാലവും ഇരിക്കുന്നുണ്ട്. പെർട്ടിക്കുലർ ആയിട്ട് സന്ധ്യാകാലം യൂസ് ചെയ്യുന്നത് അത്രയും പവർഫുൾ ആയിട്ടിരിക്കും. അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. 101% റിസൾട്ട് ഉറപ്പാണ്. കാരണം എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. എന്താ വെച്ചാൽ എനിക്കിത് 2 hours വർക്കൗട്ടായ കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇന്ന് പറ്റില്ല വെച്ചാൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ ഇത് ചെയ്യാം. ആ ടൈം പറ്റാത്തവർക്ക് ഈവനിങ് സന്ധ്യാകാലത്തിൽ ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് 1 time ചെയ്താലേ, അതായത് ഒരേ ഒരു തവണ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതിൽ ഡൗട്ടായിട്ട് വരും, ഒരു ടൈം ചെയ്താൽ മതിയോ അതോ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ വിഷയം വലുതാണേൽ, ഒത്തിരി നാളായിട്ട് നമുക്ക് നടക്കാത്ത കാര്യമാണേൽ, എമൗണ്ട് ജാസ്തിയാണേൽ, വരാൻ വേറൊരു സോഴ്സും ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങളൊരു 11 days അല്ലെങ്കിൽ 7 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ദിവസങ്ങളിൽ, ഈ 11 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലിയും സന്ധ്യാകാലത്തിൽ ഇത് ചെയ്തു വരുമ്പോൾ ഇതിന് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരും. ഇത് വന്നിട്ട് നിങ്ങൾ ഓഫീസിൽ പോകുന്ന ആളാണെങ്കിൽ അവിടെ പോയിരുന്ന് എഴുതാവുന്നതാണ്. പക്ഷേ ആ സമയത്തിന് നിങ്ങൾക്ക് എന്താ വിളക്ക് വയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിലാണെങ്കിൽ കിച്ചണിലിരുന്നും എഴുതാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, ഒരു റൂളും ഇല്ല. ബട്ട് ടൈമിംഗ് ആണ് മുഖ്യം. അത് മാത്രം നിങ്ങൾ ഓർത്ത് വച്ചോളുക. വീട്ടിലിരുന്ന് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ദീപം വച്ച് തന്നെ എഴുതിക്കൊള്ളുക. ഓഫീസിലോ മറ്റെവിടെയെങ്കിലും ഇരുന്ന് എഴുതുന്നവരാണെങ്കിൽ ദീപം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി നിങ്ങൾ പലതരത്തിലുള്ള സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം, എഴുതുന്നുണ്ടാവാം.
അങ്ങനെ എഴുതുന്ന സ്വിച്ച് വേർഡ്സ് എല്ലാമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 80 പേജസിൻ്റെ ഒരു നോട്ട് ബുക്കിൽ വെച്ചോളുക, അതിലെഴുതി വെച്ചോളുക. അത് എടുത്ത് കളയരുത്. എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും, ഈ കാര്യം ചെയ്താൽ ഇങ്ങനെ സാധിക്കുമല്ലോ എന്ന്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഒത്തിരി. നിങ്ങളിത് എഴുതി ഭദ്രമായിട്ട് ഒരു സൈഡിൽ വച്ചോളുക. നമുക്ക് വരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു റൂളും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടാൻ ഈ നോട്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് അത് ഓർമ്മിച്ച് വയ്ക്കുക. ഇതുപോലെ ഒരു നോട്ട് വച്ചോളുക. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.